നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ മിനിമം വേതനത്തിനുള്ള നിയമം നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം കടുപ്പിക്കും. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ ധർണ നടത്തും. വാളകത്ത് വാഹനാപകടത്തിൽ മരിച്ച വടക്കാഞ്ചേരി സ്വദേശിനി നവോമിയുടെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. നവോമിയുടെ സംസ്കാരം ചൊവ്വാഴ്ച. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവ് നായ ശല്യം രൂക്ഷം. സ്കൂളിന് അവധി നൽകിയ അധികൃതർ. മേലൂർ പൂലാനിയിൽ മിന്നൽ ചുഴലിയിൽ പരക്ക നാശം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ. ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ടിലെ ആട്ടത്തിന് ബ്രസീൽ ഇറങ്ങുന്നു. എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ. വാടാനപ്പള്ളി തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. പൊക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വാർത്തകളിലേക്ക് വിശദമായി. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ മിനിമം വേതനത്തിനുള്ള നിയമം നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കും. ഒരാഴ്ചയ്ക്കകം നടപടിയെടുക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തൃശൂർ അമല ജൂബിലി ആശുപത്രികളിൽ സമരം ചെയ്യുന്ന നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സമരം ചെയ്യുന്ന നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കുന്നുവെന്നും അവരെയും സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചില സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ നഴ്സുമാരുടെ സമരമുണ്ട്, നഴ്സുമാരും മാനേജ്മെൻറ്റുമായിട്ട്. ഇന്നലെയും ചില ചാനലിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രിയും തൊഴിൽ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മിനിമം വേജസ് ആക്ട് അതൊന്ന് പരിഷ്കരിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കകം അക്കാര്യത്തിൽ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് ദയവായി സമരം ചെയ്യുന്ന നഴ്സുമാർ സമരരംഗത്ത് നിന്ന് പിന്മാറണം. അവരുടെ കൂടെ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ അടിസ്ഥാന ശമ്പളം സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി നിയമം പ്രാബല്യത്തിൽ വന്നാൽ അത് ആദ്യം നൽകുക തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയും അമല ആശുപത്രിയുമായിരിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നഴ്സുമാരുടെ സമരം തുടങ്ങുന്ന സമയത്തും ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുത്തിരുന്ന 2 ആശുപത്രികളാണ് ജൂബിലി മിഷൻ അമല ആശുപത്രികളെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. കേരളത്തിന്റെ സാഹചര്യത്തിൽ മിനിമം വേജസ് തീരുമാനിക്കേണ്ടത് സർക്കാരാണ്, സ്ഥാപനങ്ങളല്ല. മാർച്ച് 6-ന് സർക്കാർ കരട് രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനുശേഷം 2 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ആശുപത്രി മാനേജ്മെന്റും യൂണിയൻ നേതാക്കളും ഒരുമിച്ച് ഇതൊരു നിയമമായി ഇറക്കണമെന്ന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഞായറാഴ്ച നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു. എങ്കിലും പിന്നീട് പെട്ടെന്ന് നഴ്സുമാർ സമരത്തിലേക്ക് കടന്ന സാഹചര്യം എന്താണെന്നും ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് തങ്ങൾക്കറിയില്ലെന്നും മാനേജ്മെന്റ് വക്താക്കൾ പറഞ്ഞു. അതവരെ തന്നിരുന്നു ഒരു 10 ദിവസത്തെ സൂചനാ പണിമുടക്ക്. പിന്നീട് മാർച്ച് ആരംഭം മുതലേ 2 ഘട്ടങ്ങളായിട്ടാണ് സമരങ്ങൾ നടന്നത്. ആദ്യത്തെ ഒരു സമരം കുറച്ച് ദിവസങ്ങളാണ് നീണ്ടുനിന്നത്. അതൊന്നും നിയമപ്രകാരമുള്ള നോട്ടീസ് തന്നിരുന്നില്ല. പിന്നെ ഒരു ഹൈക്കോടതി തിരിച്ചു കയറാൻ പറഞ്ഞിരുന്ന പ്രകാരം അവർ തിരിച്ചു കയറി. വീണ്ടും ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയിരുന്നു. അതിനും നിയമപ്രകാരമുള്ള നോട്ടീസ് തന്നിട്ടില്ല. ആരംഭത്തിലെ സമരത്തെക്കുറിച്ചൊക്കെ ഇവര് പറയുമ്പോൾ അത് 40,000 രൂപ മിനിമം സാലറി കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് സമരം തുടങ്ങിയത്. മിനിമം അല്ലെങ്കിൽ ബേസിക്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബെഡ് ബേസ്ഡ് ഒരു കണ്ടീഷൻ 17-18 ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 40,800 ബെഡിന് മുകളിലുള്ള വാർത്താസമ്മേളനത്തിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെനി മുണ്ടൻ കുര്യൻ, അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ജൂബിലി HR മേധാവി ജോഷി പോൾ, ജൂബിലി CEO ഡോക്ടർ ബെന്നി ജോസഫ്, അമല CEO സൈജു C എടക്കളത്തൂർ എന്നിവർ പങ്കെടുത്തു. UNA സമരത്തിന്റെ മറവിൽ അതിരൂപത ആസ്ഥാനം ഉപരോധിച്ചത് അപലപനീയമെന്ന് തൃശൂർ അതിരൂപത നേതൃയോഗം.
അമല ജൂബിലി ആശുപത്രികളിലെ സമരത്തിന്റെ പേരിൽ തൃശൂർ അതിരൂപതയും അതിരൂപത അധ്യക്ഷനെയും ആക്ഷേപിക്കുകയും തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യാനുള്ള ചില കേന്ദ്രങ്ങളുടെ സംഘടിത ശ്രമങ്ങളെ എന്തു വില കൊടുത്തും പ്രതിരോധിക്കുമെന്ന് തൃശൂർ അതിരൂപത നേതൃയോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്കും ബാധകമാകുന്ന മിനിമം വേജസ് പരിഷ്കരണം അടിയന്തരമായി പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കാനും സമരം അവസാനിപ്പിക്കാനും സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു. മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, വൈദിക സമിതി സെക്രട്ടറി ഫാദർ അലക്സ് മരോട്ടിക്കൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ പ്രൊഫസർ ജോർജ് അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി കാരണം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമകൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 20 മുതൽ 25 വരെ റിലേ ധർണ നടത്തും. ജൂലൈ 1 മുതൽ 500-ലധികം സ്വകാര്യ ബസ്സുകൾ G-ഫോം നൽകി സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റി അറിയിച്ചു. പ്രസിഡന്റ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ, ട്രഷറർ MS പ്രേംകുമാർ, ഭാരവാഹികളായ ശരണ്യ മനോജ്, കെ സത്യൻ എന്നിവർ സംസാരിച്ചു. വാളകത്ത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച വടക്കാഞ്ചേരി സ്വദേശിനി നവോമി ജീവിക്കും മറ്റുള്ളവരിലൂടെ 6 പേർക്ക് പുതുജീവനേകിയാണ് നവോമി യാത്രയായത്. നവോമിയുടെ ഹൃദയവാൽവ് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും 1 കിഡ്നി കിംസിലേക്കും 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കണ്ണുകൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും രക്തക്കൊഴുകൾ ശ്രീചിത്രയിലേക്കും കൈമാറി. അവയവദാന നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി OJ ജനീഷ് ഇടപെട്ടിരുന്നു. അമ്മയ്ക്കും സഹോദരനുമൊപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 24-നായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നവോമിയുടെ അമ്മ ജിപ്സിയെയും സഹോദരൻ ജോയിലിനെയും തിങ്കളാഴ്ച രാവിലെയാണ് മരണവിവരം അറിയിച്ചത്. ആറോളം ആളുകൾക്ക് ഒരു പുതുജീവൻ നൽകിയിട്ടാണ് നവോമി വിട പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുടുംബത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയാണ്. ഇത്തരമൊരു ഘട്ടമുണ്ടായപ്പോഴും അവരെല്ലാം തന്നെ അതിനുവേണ്ടി തയ്യാറായി എന്നുള്ളതാണ്. നായ്ക്കുട്ടികൾ ക്ലാസ് കയ്യേറി, ചൂണ്ടൽ സ്കൂളിന് അവധി നൽകി. ചൂണ്ടൽ ഗവൺമെൻറ് UP സ്കൂൾ വളപ്പിൽ നിന്നുള്ള കാഴ്ചയാണ്. തെരുവ് നായ്ക്കൾ യഥേഷ്ടം വിഹരിക്കുന്നു. TCB വാർത്താ സംഘം ഇവിടെ എത്തുമ്പോഴും നായ്ക്കളുണ്ട്. തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം ഒരു വിദ്യാലയത്തിന് അവധി കൊടുക്കുക, അത് ഇന്ന് ഈ വിദ്യാലയത്തിൽ സംഭവിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സൈക്കിളിൽ വരുമ്പോൾ തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. പിന്നീട് ആ നായയെ ചത്ത നിലയിൽ തെരുവോരത്ത് കാണുകയും ചെയ്തു. ഇതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. ഇപ്പോൾ തെരുവ് നായ്ക്കൾ സ്കൂൾ വളപ്പിനകത്ത് യഥേഷ്ടം വിഹരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇവിടേക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു സാഹചര്യം. അധ്യാപകർ വടിയെടുത്തുകൊണ്ട് വേണം കുട്ടികൾക്ക് സ്കൂളിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കാൻ. ഒട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ വിദ്യാലയത്തിന് ഇന്ന് അവധി കൊടുത്തു. സ്കൂൾ വളപ്പിൽ തന്നെ തെരുവ് നായ പ്രസവിച്ച് 4ഉം 5ഉം നായ്ക്കുട്ടികൾ സ്കൂൾ വളപ്പിൽ ഈ കെട്ടിടത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നായ്ക്കുട്ടികളാണ് സ്കൂൾ കെട്ടിടത്തിനകത്തുള്ളത്. 5ഓളം നായ്ക്കുട്ടികളുണ്ട്. ഈ പ്രസവിച്ച നായ പലപ്പോഴും കുട്ടികൾക്ക് നേരെ കുരച്ചുകൊണ്ട് ചീറിയെടുത്തു വരുമ്പോൾ രക്ഷിതാക്കൾക്കും ധൈര്യമില്ല ഇവിടേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ. ഇത് ചൂണ്ടൽ ഗവൺമെൻറ് UP സ്കൂളിലെ മാത്രം കാര്യമല്ല. തെരുവിലൂടെ കുട്ടികൾക്ക് നടന്നു പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട്. സുപ്രീം കോടതി പോലും ഇടപെട്ടതാണ്. സുപ്രീം കോടതി പോലും പറഞ്ഞതാണ് ഈ തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കണമെന്ന്. മറ്റൊന്നുകൂടി സുപ്രീം കോടതി പറയുകയുണ്ടായിരുന്നു. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്നതുപോലെ തന്നെ ഈ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്ത് തെരുവോരത്ത് വിടുന്ന പലരുമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ പല വേസ്റ്റുകളും ജംഗ്ഷനിലും മറ്റും കോഴി വേസ്റ്റുകളും എല്ലാം ഇട്ട് ഈ തെരുവ് നായ്ക്കൾ യഥേഷ്ടം ഇതെല്ലാം കഴിച്ച് വിഹരിക്കുന്നു. പലപ്പോഴും കിട്ടാതാവുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വൃദ്ധരായവരെ എല്ലാം ആക്രമിക്കുന്നു. അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഈ ചൂണ്ടൽ മേഖലയിലുമുണ്ട്. ഇത് സ്കൂൾ പരിസരത്ത് മാത്രമല്ല പലയിടത്തും ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വ്യാപകമാണ് എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ എന്നുള്ളതാണ് രക്ഷിതാക്കളും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നതും. TCBക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ?
KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. മേലൂർ പൂലാനിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജാതി, വാഴ, റബ്ബർ, കവുങ്ങ് എന്നിവ നശിച്ചു. LC നാഴിയമ്പാറ, ശിവദാസൻ മണപ്പറമ്പൻ എന്നിവരുടെ വീടുകളുടെ ഷീറ്റുകൾ പറന്നുപോയി. മണപ്പറമ്പൻ ശിവദാസന്റെ നിരവധി വാഴകളും ജാതിമരങ്ങളും കടപുഴകി. വിവരമറിഞ്ഞ് മേലൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ രാഹുൽ കൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ YS അനിൽ, പഞ്ചായത്ത് അംഗം PR പ്രദീപ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ തീരദേശത്ത് കടലേറ്റം രൂക്ഷം. പൊക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കടലേറ്റത്തെ തുടർന്ന് തെങ്ങുകൾ കടപുഴകി വീണു. പലയിടത്തും സീവേൾ റോഡിന്റെ പകുതിയോളം തിരയടിച്ച് തകർന്ന നിലയിലാണ്. വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ മൺവരമ്പുകൾ തീർത്താണ് തടയിടുന്നത്. 300 മീറ്ററോളം കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. വിഷയത്തിൽ നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അവഗണിക്കുകയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ ഈ കാര്യം ഇത്രയും ചെലവാക്കി, ഞങ്ങൾ 58 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഈ 2 കൊല്ലാണ് ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും എവരില്ലാത്തവർ, ഞങ്ങൾ പെണ്ണുങ്ങൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പോവുക, അവരെതിൽ പരിഹാരം കണ്ടേ ഞങ്ങൾ വീടൊക്കെ വെള്ളടിച്ച് പോവില്ല. ഇവിടെ മരത്തി പറവർക്ക് ഫണ്ടില്ല, പൂച്ച പറവർക്ക് ഫണ്ടില്ലാന്ന്. ഇനിയും കടലാക്രമണം രൂക്ഷമായാൽ നിരവധി വീടുകളിൽ വെള്ളം കയറി താമസയോഗ്യമല്ലാതാകുമെന്നും തീരദേശത്തോട് ചേർന്നുള്ള വീടുകൾ നിലംപൊത്തുമെന്ന അവസ്ഥയാണെന്നും സമീപവാസികൾ ചൂണ്ടിക്കാട്ടി. അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് പഞ്ചായത്ത് അംഗം നൌഫൽ വലിയകത്ത് പറഞ്ഞു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഭദ്രപ്പള്ളി മുതൽ ഫസൽ നഗർ വരെ വളരെ രൂക്ഷമായ കടൽക്ഷോഭം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ തീരത്തെ സംരക്ഷിക്കുന്നതും ഇവരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിച്ചുകൊണ്ട് ഒരു സംരക്ഷണം നൽകണമെന്നും. ഇന്നിപ്പോ 2-3 ദിവസമായിട്ടുള്ള ഈ ഒരു ഇതിൽ ഈ റോഡ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ളത്. ഇവിടെ ഈ റോഡ് കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു കുടിവെള്ളത്തിന്റെ വെള്ളം വണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ വേറൊരു വഴി ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഇവിടുത്തെ അധികാരികൾ കാണേണ്ടതുണ്ട്. എല്ലാ പ്രാവശ്യവും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത്തവണയും അധികാരികൾ വന്നിട്ട് സന്ദർശിച്ച് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടത് ഇതിനൊരു ഉത്തമ പരിഹാരമാണ്. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ സുധർമൻ, ഷെറീന ഷഫീർ, വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV തൃപ്രയാർ. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ KSEB ക്വാർട്ടേഴ്സിന് സമീപം പുലി പ്രത്യക്ഷപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ ഡ്രൈവർ നിതീഷാണ് പുലിയെ കണ്ടത്. ജനൽ തുറന്നു നോക്കിയപ്പോൾ ക്വാർട്ടേഴ്സിന് മുന്നിലൂടെ റോഡിലൂടെ പുലി നടന്നു പോകുന്ന കണ്ട യുവാവ് ദൃശ്യം മൊബൈലിൽ പകർത്തുകയായിരുന്നു. പൊരിങ്ങൽക്കുത്ത് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിലെ ജീവനക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. ചുറ്റുപാടും കാടാണെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ പുലി എത്തുന്ന പതിവില്ലെന്ന് ജീവനക്കാർ പറയുന്നു. കുറുമാലിപ്പുഴയിലെ മാഞ്ഞാംകുഴി റെഗുലേറ്റർ പാലത്തിന് സമീപത്തെ കടവിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട സ്ത്രീയെ രക്ഷപ്പെടുത്തി യുവാക്കൾ. തൊട്ടിപ്പാൾ പള്ളം സ്വദേശി 55 വയസ്സുള്ള ശാന്തയാണ് ഒഴുക്കിൽപ്പെട്ടത്. ശാന്തയുടെ നിലവിളി കേട്ട് കടവിലുണ്ടായിരുന്ന തൃപ്രയാർ ചിറക്കൽ സ്വദേശികളായ പൊന്നാപ്പുള്ളി സന്ദീപ്, പേരോത്ത് രജീഷ് എന്നിവരാണ് പുഴയിലിറങ്ങി ശാന്തയെ രക്ഷപ്പെടുത്തിയത്. ചിറക്കലിൽ നിന്ന് 6 അംഗങ്ങളടങ്ങിയ സംഘമാണ് മാഞ്ഞാംകുഴി ഷട്ടർ കാണാനെത്തിയിരുന്നത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ഐക്യരപ്പറമ്പ് സ്വദേശി വലിയ പറമ്പിൽ അജിത്താണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം സ്റ്റേഷൻ ഇൻസ്പെക്ടർ S രജീഷ്, കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ EU സൗമ്യ, OG ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
വിദ്യാഭ്യാസം പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് രാജ്യം അധപതിച്ചു എന്നതിന്റെ തെളിവാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ AICCയുടെ ആഹ്വാനപ്രകാരം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ പരിപാടി സാഹിത്യ അക്കാദമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ എം.പി. ഇന്നിപ്പോൾ ദേശീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതാനും മാഫിയകൾക്ക്, നമ്മൾ നിരവധി മാഫിയ കേട്ടിട്ടുണ്ട് ഈ മേഖലയിൽ, പല മേഖലയിലും മാഫിയ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാഫിയെ പിടിമുറുക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ അടുത്ത അവരുടെ ഭാവി തീരുമാനിക്കുന്ന നീറ്റ് പരീക്ഷ ഈ തവണ 22 ലക്ഷത്തിലധികം പേര് രജിസ്റ്റർ ചെയ്താണ്. ആ പരീക്ഷയെ ഗൗരവപൂർവ്വമാണോ കണ്ടത്? നേരത്തെയും നീറ്റ് പരീക്ഷയെക്കുറിച്ച് വലിയ അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇതിൻ്റെ അട്ടിമറിക്ക് പിന്നിൽ? ഗവൺമെൻറ് ഇപ്പോഴും ഇവിടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കാനുള്ള പ്രവർത്തനത്തിലാണ്. ഒരു ഭാഗത്ത് ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറിയത് ഒരു ഭാഗത്തും, ആ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അട്ടിമറിക്കുന്ന പ്രവൃത്തി അവർ തന്നെ ചെയ്യുന്ന മറുവശവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസത്തിൽ ഏതാനും മാഫിയകൾ പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ. ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും ഉത്തരവാദിത്തമേൽക്കേണ്ട മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതിരിക്കുന്നത് ഗവൺമെന്റ് തന്നെ അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണെന്നതിന്റെ തെളിവാണ്. ഇക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം നടത്താൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ഏതാനും ദിവസത്തേക്ക് നിരോധിച്ചത് തന്നെ കേവലം നാടകമായേ കാണാനാകൂ. ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെയും അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾ മോദി സർക്കാർ നടത്തുകയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ DCC പ്രസിഡന്റുമാരായ O. അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വള്ളൂർ, KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. അനിൽ അക്കര അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നു. ചൊവ്വാഴ്ച സ്ഥാനമൊഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചു. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റിന്റെ ചുമതല വിപുലമാണെന്ന് അനിൽ അക്കര പറഞ്ഞു. ഉത്തരവാദിത്തത്തോട് പൂർണ്ണമായും നീതി പുലർത്തണമെങ്കിൽ 2 പ്രധാന സ്ഥാനങ്ങൾ ഒരുമിച്ച് വഹിക്കുന്നത് പ്രായോഗികമല്ല. അതോടൊപ്പം പഞ്ചായത്തിൽ പുതിയ നേതാക്കൾക്ക് അവസരം ലഭിക്കണമെന്നും അനിൽ അക്കര വ്യക്തമാക്കി. അടുത്ത 2 വർഷം 20-ാം വാർഡ് മെമ്പർ PJ സണ്ണി പ്രസിഡന്റായും ശേഷിക്കുന്ന കാലയളവിൽ 9-ാം വാർഡ് മെമ്പർ TD വിൽസൺ പ്രസിഡന്റായും പ്രവർത്തിക്കാനാണ് കോൺഗ്രസിലെ ധാരണ. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. കുറഞ്ഞ വേഗതയുള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. നിയമസഭയിൽ തോമസ് ഉണ്ണിയാടൻ MLA ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. 250 വാട്ട്സിൽ താഴെ ശേഷിയുള്ള ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നിലവിൽ മോട്ടോർ വാഹനങ്ങളുടെ നിർവചന പരിധിയിൽ വരാത്തതിനാൽ അവ ഓടിക്കുന്നവർ മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരല്ല. ഇത്തരം വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ നിരവധി അപകടങ്ങൾ വരുത്തിവെക്കുന്നുണ്ടെന്ന് MLA ചൂണ്ടിക്കാട്ടി. ഗുരുവായൂർ തൈക്കാട് ബൈക്കിടിച്ച് കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റു. ചിറ്റാട്ടുകര അരീക്കര വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. മകന്റെ ഓട്ടോറിക്ഷയിൽ തൈക്കാട് തിരുവിൽ വന്നിറങ്ങിയതായിരുന്നു. റോഡിന് എതിർവശത്തുള്ള ഹോട്ടലിൽ ജോലിക്ക് പോകാനായി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ ബൈക്കിടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണമ്പേട്ട വട്ടണാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. തലൂരിൽ ഹോട്ടൽ നടക്കുന്ന പച്ചളിപ്പുറം സ്വദേശി വത്സല, മകൻ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലാണ് തെങ്ങ് വാനിന് മുകളിൽ വീണത്. തെങ്ങ് വീണ് വൈദ്യുതി തൂണും തകർന്നു. ഹോട്ടലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. തെങ്ങ് വീണ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് വട്ടണാത്ര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് തെങ്ങ് മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
തിരുവല്ലോമലയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. കുത്താമ്പള്ളി സ്വദേശി ഗോവിന്ദൻ ഉണ്ണിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. എരവത്തൊടി UM-LP സ്കൂളിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ വീടിന് മുന്നിലേക്കാണ് കാർ പാഞ്ഞു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും സമീപത്തെ വൈദ്യുതി പോസ്റ്റും കാർ ഇടിച്ചു തകർത്തു. അപകടം നടക്കുന്ന സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലോ വീടിന്റെ മുന്നിലോ ആളുകൾ ഇല്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. റോഡിന് കുറുകെ പട്ടി ചാടിയതിനെ തുടർന്നാണ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളികാലം. ലോകകപ്പ് നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ മറികടന്ന് ചരിത്രത്തിലാദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിൽ. ജീവൻ മരണ പോരാട്ടത്തിന് ബ്രസീൽ ഇറങ്ങുകയാണ്. എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ. എന്നിരുന്നാലും മികച്ച മുന്നേറ്റങ്ങളുമായി കാനഡ പലതവണയാണ് ദക്ഷിണാഫ്രിക്കൻ ഗോൾമുഖം വിറപ്പിച്ചത്. പക്ഷേ ക്യാപ്റ്റൻ റോൺവെന്റിന്റെ നേതൃത്വത്തിലുള്ള ആഫ്രിക്കൻ പ്രതിരോധത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ നിരവധി അവിസ്മരണീയ സേവുകളും ഗോൾമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണാഫ്രിക്കൻ കപ്പിത്താനിൽ നിന്നുണ്ടായി. അമ്പിനും വില്ലിനും അടുക്കാത്ത പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുമെന്ന് കാണികൾ കണക്ക് കൂട്ടിയപ്പോഴാണ് കൊമ്പന്മാരുടെ കൊമ്പൊടിച്ച കനേഡിയൻ ഗോൾ ആഫ്രിക്കൻ വലകുലുക്കിയത്. ത്രസിപ്പിക്കുന്ന ഈ ഗോളിന്റെ മികവിലാണ് ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളാണ് പ്രീ ക്വാർട്ടറിൽ കാനഡയുടെ എതിരാളികൾ. ഇന്ന് നടക്കുന്ന രണ്ടാം നോക്കൌട്ട് മത്സരത്തിൽ കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ മഞ്ഞപ്പട ഏഷ്യൻ ശക്തികളായ ജപ്പാനെ നേരിടും. രാത്രി 10:30 ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതിനു മുൻപ് 2006 ലോകകപ്പിൽ മുഖാമുഖം വന്നപ്പോൾ ജപ്പാനെ 1-4 ഗോളുകൾക്ക് കാനറികൾ തകർത്തിരുന്നു. എന്നാൽ അവസാനം കളിച്ച സൗഹൃദ മത്സരത്തിൽ 3-2 ജപ്പാൻ കാനറികളെ പരാജയപ്പെടുത്തിയിരുന്നു. വേഗതയും പോരാട്ടവീര്യവും നിറഞ്ഞ ജപ്പാൻ നിലവിൽ മികച്ച പ്രകടനമാണ് മറ്റു വാർത്തകൾ നോക്കാം. ഒല്ലൂരിൽ പനി ബാധിച്ച് ഗൃഹനാഥൻ മരിച്ചു. എടക്കുന്നി പള്ളിക്കുന്നൻ 59 വയസ്സുള്ള ഗിനേഷസ് ആണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തൃശൂർ ശക്തൻ മീൻ മാർക്കറ്റിൽ വെച്ച് മാരകായുധം കൊണ്ട് നെഞ്ചിൽ കുത്തി വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കിള്ളന്നൂർ പൂളാക്കൽ സ്വദേശിയായ ഇരിപ്പുളം കോലായിൽ വീട്ടിൽ ജെയിംസ് ആണ് അറസ്റ്റിലായത്. ഈ മാസം 24-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മാറ്റാമ്പുറം സ്വദേശിയുമായുള്ള മുൻ വൈരാഗ്യത്താൽ ശക്തൻ മീൻ മാർക്കറ്റിൽ വെച്ച് മാരകായുധം കൊണ്ട് നെഞ്ചിൽ കുത്തി വധിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. ചേലക്കരയിൽ യുവാവിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കിള്ളിമംഗലം പള്ളിപ്പടി കോണൂർപ്പടി വീട്ടിൽ കണ്ടന്റെ മകൻ പ്രശാന്തിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര കിള്ളിമംഗലം പള്ളിപ്പടി വടക്കുമുറി വീട്ടിൽ ശിവകുമാറിന്റെ മകൻ സുനിത്തിനെയാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ സുനിത് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെ പുറകിലൂടെ വന്ന് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ MBBS ഹോസ്റ്റലിന്റെ മുകളിൽ നിന്ന് ചാടി 1-ാം വർഷ MBBS വിദ്യാർത്ഥിനി മരിച്ചു. കോട്ടയം സ്വദേശിനി 20 വയസ്സുള്ള സ്നേഹ പൗലോസാണ് മരിച്ചത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച രാവിലെയാണ് വിദ്യാർത്ഥിനിയെ താഴെ വീണ് കിടക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കണ്ടത്. ഉടൻ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരെ വിവരമറിയിച്ച് വിദ്യാർത്ഥിനിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണടയും മൊബൈൽ ഫോണും ചെരുപ്പും ലിഫ്റ്റിന് സമീപം കണ്ടെത്തി. തൃശൂർ സിറ്റി SCP ശശിധരന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അസ്വാഭാവിക മരണത്തിന് തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. അതേസമയം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ MBBS വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമാണെന്നും വിദ്യാർത്ഥിനി ഡിപ്രഷന് മരുന്ന് കഴിച്ചിരുന്നതായും കൗൺസിലിംഗ് നൽകി വന്നിരുന്നതായും ആശുപത്രി അധികൃതർ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ജോയ് ബാസ്റ്റിൻ ചാക്കോള ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ സൂപ്രണ്ട് P ജയപ്രസാദ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുരേഷ് കുമാർ, അധ്യാപകരായ PR വീണ, അമ്പിളി ജിബി, ദീപക് പ്രതാപ്, KV സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ അത്ലറ്റിക്സിൽ പുതിയ ചരിത്രം കുറിച്ച് തൃശൂരിന്റെ സ്വന്തം ആൻസി സോജൻ. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലാണ് ആൻസിയുടെ ചരിത്ര നേട്ടം പറഞ്ഞത്. 6.88 മീറ്റർ ചാടിയാണ് 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ച ദേശീയ റെക്കോർഡ് ആൻസി മറികടന്നത്. 2004 ഏതൻസ് ഒളിമ്പിക്സിൽ 6.83 മീറ്റർ ചാടി അഞ്ജു ബോബി ജോർജ് സ്ഥാപിച്ച റെക്കോർഡ് 2 പതിറ്റാണ്ടിലേറെ കാലമായി വെല്ലുവിളിയില്ലാതെ തുടരുകയായിരുന്നു. ഇതാണ് ആൻസി സ്വന്തം പേരിലാക്കിയത്. ഇതോടെ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8ാമത്തെ മികച്ച ദൂരവും ആൻസിയുടെ പേരിലായി. നിലവിൽ ഏഷ്യൻ ഗെയിംസിൽ യോഗ്യത നേടിയ ആൻസി ഇതിലും മികച്ച പ്രകടനം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ്. Sarvesh Kushare started at the high jump pit. Ansi dominated at the long jump pit. And Anju Bobby George
has been removed from the record books by the rising star Ansi Sojan, pushed. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ആരാധകർ സ്ഥാപിച്ച ബോർഡുകൾ നീക്കം ചെയ്ത കോർപ്പറേഷൻ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. പ്രതിഷേധ സൂചകമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഗോൾ കിക്ക് നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ അനീസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. R രാഹുൽനാഥ്, മനു പുതിയാമഠം, ഹർഷ വിനീത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ മിനിമം വേതനത്തിനുള്ള നിയമം നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. അമല, ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം കടുപ്പിക്കും. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ ധർണ നടത്തും. വാളകത്ത് വാഹനാപകടത്തിൽ മരിച്ച വടക്കാഞ്ചേരി സ്വദേശിനി നവോമിയുടെ അവയവങ്ങൾ 6 പേർക്ക് പുതുജീവനേകും. നവോമിയുടെ സംസ്കാരം ചൊവ്വാഴ്ച. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂളിന് അവധി നൽകിയ അധികൃതർ. മേലൂർ പൂലാനിയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ. ഫുട്ബോൾ ലോകകപ്പിനൊപ്പം ബ്രസീൽ ഇറങ്ങുന്നു. എതിരാളികൾ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ. വാടാനപ്പള്ളി തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. മൊക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.